ശബരിമല മകരവിളക്കിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന ഹരിവരാസനം അവാർഡിന് ഇത്തവണ വിജയിയായിരിക്കുന്നത്, ഇത്തവണ നേടിയിരിക്കുന്നത്, അർഹനായിരിക്കുന്നത് തിരുവിഴ ജയശങ്കറാണ്. അദ്ദേഹം അമൃത ടി വിക്കൊപ്പം ചേരുകയാണ്. നമസ്തേ, എല്ലാവിധ ആശംസകളും നേരുന്നു. ഹരിവരാസനം അവാർഡ് അത് നേടുമ്പോൾ, അയ്യന്റെ അവാർഡ് നേടുമ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് ഒരു എന്താ പറയേണ്ടതെന്ന് അറിയാൻ പാടില്ല. അത്ര ഒരു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഞാൻ വേറെ ഏത് ഒരു ലോകത്തിൽ ആ ഹരിവരാസനം പുരസ്കാരം ഇരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആയിപ്പോയി. കുറച്ച് നേരത്തേക്ക് ഞാൻ ഇങ്ങനെ ആ സ്വാമിയെ ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ട്, അപ്പോൾ വാസവൻ സാർ ചോദിച്ചു, ജയശങ്കർ കേട്ടില്ലെന്ന് പറഞ്ഞു. അവർ കേട്ടിട്ട് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാൻ പറ്റാതെ അല്ല അത് ഞാൻ ഹരിവരാസന പുരസ്കാരം ജയശങ്കർക്ക് എൻ്റെ വാസവൻ സാറെ വളരെ ഇതിനെ ഒരു സന്തോഷം, ഇതിപ്പോൾ എനിക്കൊരു സന്തോഷം ഇല്ല. അപ്പോൾ ഇത് പറഞ്ഞെല്ലാം കഴിഞ്ഞപ്പോൾ 2 ദിവസം മുമ്പ് എൻ്റെ നവതി ആഘോഷമായിരുന്നു മിനിഞ്ഞാന്ന് കോട്ടയത്ത്. അപ്പോൾ ബംഗാൾ ഗവൺമെൻറ് പിന്നെ ആനന്ദബോസ് മറ്റേ കുമ്മനം എല്ലാവരും ഒരു വലിയ ആൾക്കാരുണ്ട്, തിരുവഞ്ചൂർ, സുരേഷ് കുറുപ്പ് എല്ലാവരും ഉണ്ട്. വാസവൻ സാറാണ് പിന്നെ ഈ അവരുടെ നാദോപാസന സംഗീത സഭയുടെ ഒരു അവാർഡ് എനിക്ക് തരുന്നത്. അത് തന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതുപോലെ ജയശങ്കർക്ക് ഇതുപോലെ ഹരിവരാസനം പുരസ്കാരം ഇത്തവണ ഞങ്ങൾ പിന്നെ ജയശങ്കറാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ നവതിയോടനുബന്ധിച്ച് കൊടുക്കാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എന്ന് വാസവൻ സാർ ഞാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഞാൻ മാനസികമായിട്ട് വിചാരിച്ചു, അപ്പോൾ എനിക്ക് എത്രയോ നാളെ മുമ്പ് പോലെ ഞാൻ ദാസനം വായിച്ച് തുടങ്ങിയതാണ്. 12 വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് ഞാൻ 89 കയറി ആ 90ൻ്റെ പടവിൽ നിൽക്കുകയാണ്. അപ്പോൾ ആ പടവിൽ നിൽക്കുമ്പോഴും ആ നാസ്ത്രം, ആ കല എനിക്ക് ഇങ്ങനൊരു വലിയ പുരസ്കാരം തന്നല്ലോ എന്നാണ് അപ്പോഴാണ് ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം എൻ്റെ ആ സംഗീതം കൊണ്ട് അയ്യപ്പസ്വാമിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പലതവണ അയ്യപ്പൻ്റെ കീർത്തനങ്ങൾ വായിച്ചു. ഇവിടെ ആണെങ്കിലും തമിഴ്നാട്ടിലെങ്കിലും ആന്ധ്ര കർണാടകയിൽ പോയി എവിടെയാണെങ്കിലും ശരി ഈ ചെറിയ കീർത്തനം വായിക്കുമ്പോൾ എല്ലാവർക്കും വലിയ തൃപ്തിയാണ്. അപ്പോൾ എന്നോട് ഈ തമിഴും ആന്ധ്രയിലോട് என்ன சார் அந்த தமிழ் கீர்த்தனை, அந்த கரையற்பரிய கீர்த்தனை அது நல்லா இருக்குது சார், என்ன அது நீ கொஞ்சம் பாடி கேட்பீங்க. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്പനവതരുത്ത കഥാപാത്രം, അയ്യപ്പനവതരുത്ത കഥാപാത്രം ഞാൻ പാടി. ഇപ്പം എനിക്ക് തൊണ്ട ശരിയല്ല, അല്ലെങ്കിൽ ഞാനത് പാടി അത് മുഴുവൻ എന്നെക്കൊണ്ട് പാടിച്ച് അവരെ കേട്ടിട്ട് അത് കച്ചേരിയിൽ വായിപ്പിക്കും. അങ്ങനെ ആ ഒരു സ്ഥിതിവിശേഷം പോലും ഈ കീർത്തനത്തിനുണ്ടായി. അത്ര ചെറിയ കീർത്തനം, അത് വളരെ പക്ഷേ ഒരുപാട് അർത്ഥം അതിനകത്ത് ലളിതമായ പദങ്ങൾ കൊടുത്തിട്ട് ഇങ്ങനെയായിരിക്കും. ടി വിക്ക് വേണ്ടി തൊണ്ട ശരിയല്ല എന്ന് പറഞ്ഞു എങ്കിൽ തന്നെ ഒരു 2-3 ലൈൻ അമൃത ടി വിക്ക് വേണ്ടി. അപ്പനവതരിത കഥാമൃതം അയ്യപ്പൻ അവതരിത കഥാമൃതം അഖിലൂയ വിളങ്ങും അദ്ഭുതം അയ്യപ്പൻ അവതരിത കഥാമൃതം മുപ്പുവനങ്കിള്ള വാഴ്ത്തു മുപ്പുവനങ്കിള്ള വാഴ്ത്തു മഹിഷമുഖി முதலர்க கருவரேற்க வரும் ஐயப்பன் அவதரித்த கதாமிருதம் மோகினி வடிவுக்குள் மலர்கண்ணழகில் மோகம் கொண்டு கலர்ந்தான் முகக்கண்ணன் திரிலோக மங்களகரமூர்த்தி ത്രിലോക മംഗളകരമൂർത്തി മണിயை കണ്ടൽ ഉയർത്തിരു ശാസ്താവനും പെയർ കൊള്ളും അയ്യപ്പൻ അവതരിത കഥാമൃതം. അയ്യപ്പൻ്റെ ആ ഒരു വലിയ അനുഗ്രഹം അങ്ങേക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. ഒപ്പം തന്നെ എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും അതിനകത്തുണ്ട്. ഇനിയിപ്പോൾ എന്താണ് കൂടുതലായിട്ട് ഈ അയ്യപ്പ ശ്ലോകം തന്നെ അല്ലെങ്കിൽ അയ്യപ്പ കീർത്തനങ്ങൾ തന്നെ ഒരുപാട് വാസിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർണാടക സംഗീതത്തിൽ അയ്യപ്പ കീർത്തനങ്ങൾ വളരെ കുറവാണ്. പിന്നെ മുത്തുസ്വാമി ദീക്ഷിതർ ഹരിഹരപുത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വസന്തരാഗത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് കുറച്ച്
അത് പാടാനും വായിക്കാനും കുറച്ച് പാടാം, ആ താളത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇത് കുറച്ച് ലളിതമായതുകൊണ്ട് എല്ലാവരും വായിക്കാനും പാടാനും അതൊരു എളുപ്പമായിട്ടുള്ളൊരു മാർഗമായി. അതുകൊണ്ട് അതാണ് ഇത് എല്ലാവരും വായിക്കുന്നത്. ഏതായാലും അയ്യപ്പനെ പറ്റിയുള്ള ഇങ്ങനൊരു കീർത്തനം ഉള്ളത് എനിക്ക് ഭാഗ്യമായി വായിക്കാനും അത് അവിടെയൊക്കെ പ്രചരിപ്പിക്കാനും. അങ്ങനെ വരുന്നത് തമിഴ്നാട്ടിലെ ആൾക്കാരായാലും ഒക്കെ ഈ കീർത്തനം ഇപ്പോൾ ജയശങ്കർ വായിച്ച് അവിടെ കേട്ടത് അവരൊക്കെ അങ്ങനെയാണ് അവർ വായിക്കുന്നത്. നാളെ ഇപ്പോൾ ഈ അവാർഡ് ലഭിക്കുകയാണ്, മന്ത്രിയിൽ നിന്നാണ് ലഭിക്കുന്നത്. എന്താണ് സംഗീത ലോകത്തോട് ഇതിൽ പരം ഒരു ആനന്ദം വേറെ ഇല്ല എങ്കിൽ തന്നെയും സംഗീത ലോകത്തോട് അങ്ങേക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അങ്ങയുടെ ആ ഒരു കലയോട് അങ്ങേക്ക് പറയാനുള്ളത്? ഈ കലയ്ക്ക് ഈ ഒരു കല ചെയ്യുകയാണെങ്കിൽ ആ കലയോട് നമുക്ക് ആത്മാർപ്പണം വേണം, ഇല്ലേ? എൻ്റെ 12 വയസ്സിൽ ഞാൻ ഈ നാദസ്വരം വായിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 89 കഴിഞ്ഞ് 90 കയറാൻ പോയി. ഞാൻ എൻ്റെ സംഗീതത്തെ അർപ്പണ ബോധത്തോടു കൂടിയാണ് പല സ്റ്റേജുകളും ചെയ്യുന്നതും. ഞാനത് എപ്പോൾ പോകുകയും എനിക്ക് എൻ്റെ മനസ്സിൽ സംഗീതമേ ഉള്ളൂ, വേറൊന്നുമില്ല. എനിക്കൊരു വിഷമാവസ്ഥ വന്നാലും ഞാൻ അതങ്ങോട്ട് മാറ്റി വേണ്ട സംഗീതത്തെപ്പറ്റി ചിന്തിക്കുന്നത്, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. അപ്പോൾ ആ അർപ്പണ മനോഭാവം ഉണ്ടെങ്കിൽ, അർപ്പിക്കുന്ന മനോഭാവം ഉണ്ടെങ്കിൽ എല്ലാവരും വലിയ വിദ്വാൻമാരാകും. അത് വേണം. അത് പക്ഷേ അത് തോന്നുകയല്ല. ഈ പലവിധ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ വരുമ്പോൾ ഇതൊക്കെ മറന്നു പോകും, നമ്മളെ വേറെ രീതിയിൽ പോകും. പക്ഷേ ഞാൻ അതിനെയൊക്കെ അധികരിച്ച് ഒരു അർപ്പണ മനോഭാവത്തോടു കൂടി പോയത് കൊണ്ടാണ് അയ്യപ്പസ്വാമി ഈ ഒരു ഹരിഹരവരാസനം പുരസ്കാരം എനിക്ക് തന്നത്. നീ അർപ്പണ മനോഭാവത്തോടു കൂടി അവനാണെന്ന് അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം എന്നെ അനുഗ്രഹിച്ചത്. ഇത് കൂടെ എനിക്ക് വേറെ എന്താ അനുഗ്രഹം വേണ്ടത്? അതുകൊണ്ട് എൻ്റെ സർവ്വ അനുഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ സ്വീകരിച്ച് നാളെ വായിക്കാൻ പോകും. ഇതിനെയാണ് അർപ്പണ മനോഭാവത്തോടു കൂടി മുന്നേറിയാൽ അത് ഭഗവാൻ കാണും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തു തന്നെയായാലും അദ്ദേഹത്തിന് നാളെ സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് നൽകുകയാണ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡ് നാളെ മന്ത്രി VN വാസവൻ അദ്ദേഹത്തിന് സമർപ്പിക്കും. അമൃത ടിവിയുടെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. വളരെ സന്തോഷം, വളരെ സന്തോഷം. തീർച്ചയായും. ക്യാമറമാൻ ജിത്തു കൃഷ്ണനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, സന്നിധാനം.